വീണ്ടും ഒരിക്കൽ കൂടെ ചാനൽ ആംനോസൈക്കിലെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും തിരുവഴുത്തിലൂടെ എന്ന ഒരു ഭാഗത്തിലേക്ക് ഒരു സബ്ജക്റ്റുമായി കടന്നുവരികയാണ്. എന്താണ് ബാബേൽ? ബാബേലും ബൈബിളും പ്രശ്നങ്ങളും. ബാബിലോൺ എന്നൊരു സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കൂടെ ഹൈസ്കൂളുകൾ പഠിച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ ലിഖിതമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തവും പ്രബലമായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നല്ലോ ബാബിലോൺ സാമ്രാജ്യവും. നെബൂഖദ്നേസറും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാൾക്ക് വേണ്ടി അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത സൃഷ്ടിച്ച ഹാങ്ങിങ് ഗാർഡനും ഒക്കെ സുപ്രസിദ്ധമാണ്. പുരാതന ലോകത്തിലെ പ്രസിദ്ധമായ പലതിലൊന്നാണല്ലോ ഹാങ്ങിങ് ഗാർഡൻസ്. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചും നെബൂഖദ്നേസറിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ട്. പക്ഷേ ബാബേൽ എന്താ? ബാബേലിൻ്റെ പ്രശ്നം എന്താ? ബാബേലിൻ്റെ പാപം എന്താണ്? എന്താണ് ബൈബിളിൽ പരാമർശിക്കുന്ന ബാബേൽ? അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ബാബേൽ ഗോപുരം എന്നൊരു പ്രയോഗം തിരുവഴുത്തിലില്ല. ശിനാർ സമഭൂമിയിൽ ഗോപുരത്തിന് നൽകിയ പേരാണ് ബാബേൽ ഗോപുരം എന്നത്. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക എന്നതായിരുന്നു അന്ന് അവിടെ കൂടിയിരുന്നവരുടെ ഉദ്ദേശം. ഉൽപ്പത്തി പുസ്തകം 11:4. അക്കാലത്ത് ബാബേൽ എന്ന പേരിലല്ല, മറിച്ച് ശിനാർ ദേശം എന്നായിരുന്നു തിരുവഴുത്തിൽ പറയുന്നത്. ഉൽപ്പത്തി 10:10, 11:2, യെശയ്യാവിൻ്റെ പുസ്തകം 11:11. രണ്ടാമത്തെ പ്രയോഗം കൽദായ ദേശം, കൽദയരുടെ ദേശം. അത് യിരെമ്യാവിൻ്റെ പുസ്തകം 24:5, യെഹെസ്കേലിൻ്റെ പ്രവചനഗ്രന്ഥം 12:13. അക്കാദ് എന്നും ഉൽപ്പത്തി 10:10 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബാബേൽ ഗോപുരം എന്ന പ്രയോഗം ബൈബിളില്ല, ബാബേൽ എന്നാണ്. എന്നാൽ പിന്നീട് നൂറ്റാണ്ടിന് ശേഷം നെബൂഖദ്നേസറിന്റെ പിതാവായ നെബൂഖദ്നേസറിന്റെ കാലഘട്ടങ്ങളിൽ 626 BCയുടെ കാലം മുതലാണ് ബാബേൽ എന്ന നാമത്തിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. അതിനു മുമ്പത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചു. ശിനാർ ദേശം, കൽദയ ദേശം, അക്കാദെന്നുമുണ്ട്. അപ്പോൾ ബാബേലിൻ്റെ ചരിത്രത്തിൻ്റെ നാൾ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. വീണ്ടും സ്വാഗതം. ചാനൽ ന്യൂസിലേക്ക് നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. എൻ്റെ ഈ പ്രോഗ്രാം കാണാനുള്ളതല്ല, കേൾക്കാനുള്ളത്. തിരുവഴുത്തുകളും ചരിത്രങ്ങളെയൊക്കെ കേൾക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യ ടൈമിലോ കുക്കിങ്ങിൻ്റെ സമയത്തോ ട്രാവലിങ്ങിൽ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ കേൾക്കുക. ലൈക്കും ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവിൻ്റെ മേച്ചൽ പുറങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ബാബേലിൻ്റെ പാപം എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയത്തിൽ യഹോവയായ ദൈവം പറയുന്ന ചില കാര്യങ്ങളുടെ പഠനാത്മകമായ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുന്നത്. ഇവരുടെ പാപം വ്യഭിചാരമല്ല, ഇവരുടെ പാപം മദ്യപാനമല്ല, മോഷണവുമല്ല. പിന്നെന്താണ്? ബാബേൽക്കാർ ചെയ്തത് എന്താണ്? ബാബേൽ ഗോപുരമല്ല, ബാബേലിൽ കൂടിയിരുന്നവരുടെ പാപം എന്താണ്? അല്ലെങ്കിൽ ദൈവമായുള്ള ബന്ധത്തിൽ അവർ പ്രശ്നം എന്താണ് അവർ നേരിട്ടത്? എവിടെയെങ്കിലും കൂടിയിരിക്കുന്നത് തെറ്റല്ല, പാപമല്ല. നമ്മളെല്ലാ മനുഷ്യനുണ്ടായ കാലം മുതൽ ഒരു കൂട്ടായ്മകൾ, ഫെലോഷിപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ല. അപ്പോൾ എന്താണ് ബാബേൽ കൂടിയിരുന്നവരുടെ ദൈവഹിതഹിതമില്ലാത്ത, ദൈവവചനത്തിന് വിരുദ്ധമായ എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഗോപുരം പണിത് തെറ്റാണോ? അല്ലല്ലോ. ഏതെങ്കിലും ഗോപുരമോ ആലയമോ ഭവനമോ പണിയുന്നത് പാപമോ തെറ്റാണെങ്കിൽ എല്ലാ മനുഷ്യരും പാപികളും ആകുമല്ലോ. ഉൽപ്പത്തി പുസ്തകം 11:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് വിചിന്തനം. 1, they are gathered, അവർ ഒന്നിച്ചുകൂടി. 2, അവർ ഒരുമനപ്പെട്ടു, ഡിവോട്ട്. 3, അവർ ഉറ്റിരുന്നു, ഹോപ്പ് വിത്ത് അഫെക്ഷൻ.
ഓർക്കണം, ഇത് മൂന്നും തെറ്റാണോ? ദൈവം മുൻപാകെ മനുഷ്യരുടെ മുൻപാകെ തെറ്റാണോ? അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒരുമാനപ്പെടുന്നത് തെറ്റാണോ? അത് നല്ലതല്ലേ? ഐക്യമത്യം മഹാബലം എന്നല്ലേ കവിവാക്യം. ഇത് പാവവുമല്ല. പിന്നെന്താണ് പാവം? കൂടിവരവ് അല്ലെ കൂട്ടായ്മയ്ക്ക് ഫെലോഷിപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പൊതുവെ പറയുന്നത്. ഇതും പൊതുവെ ക്രൈസ്തവരെല്ലാം ഉദ്ദേശിച്ചാണ്. അതിൽ പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് സ്വഭാവഭാഗത്തിൽ പെൻഡക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളിലും ബ്രദറൻ കൂട്ടായ്മകൾക്കൊക്കെയാണ് പൊതുവെ അങ്ങനെ തന്നെ പറയുന്നത്. ബ്രദറൻ കൂട്ടായ്മ, പെന്തക്കോസ്ത് കൂട്ടായ്മ. അപ്പോൾ ഒരു മനസ്സോടെ വ്യത്യസ്തമായ തലങ്ങളിൽ ഇടങ്ങളിൽ താമസിച്ചു വരുന്ന സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വ്യക്തികളോ കുടുംബമായി ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനാണ് ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയ്ക്ക് പറയുന്നത്. അതപ്പോൾ തെറ്റല്ല. ഇവർ പക്ഷേ അങ്ങനെയല്ല വന്നത്. എങ്കിലും ആ പദത്തിൽ എറ്റിമോളജി ടെർമിനോളജി അനുസരിച്ച് ആ പദമാണ്. അപ്പോൾ ഇത് മൂന്നും തെറ്റല്ല. പിന്നെന്താണ്? എന്താണ് ഇവരുടെ പാപം അല്ലെങ്കിൽ ദൈവം ഇതിനെതിരായി നെഗറ്റീവായി കരുതുന്നത്? ഒന്നാമത് അനുസരണക്കേടാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്നത് ഇവർ അനുസരണക്കേട് കാണിച്ചു. രണ്ടാമതേത് മത്സരിച്ച്. ഉൽപ്പത്തി 9:1-11, 11-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത്തെ പാവം അനുസരണക്കേട്. ആരോട്? ദൈവത്തോട്. അനുസരണക്കേടിനെ കുറിച്ച് ഞാൻ 3 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ എപ്പിസോഡുകൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള എല്ലാ വിഷയങ്ങളും, സൈക്കോളജി, ഫിലോസഫി, തിയോളജി, ഹിസ്റ്ററി, സോഷ്യോളജി, ഈ പറഞ്ഞ പോലെ എറ്റിമോളജി, പ്രൊണക്റ്റിക്സ്, എന്തെല്ലാം ഒരു മനുഷ്യ വ്യക്തി ജീവിതത്തിന് ആവശ്യമുണ്ടോ എല്ലാ കാര്യങ്ങളുണ്ട്. വിശ്വാസിക്കും അവിശ്വാസിക്കും എടുക്കാവുന്നുണ്ട്. നിങ്ങൾ കേൾക്കുക. അപ്പോൾ അനുസരണക്കേട് ഒരു പാപമാണ്. മനുഷ്യനോട് അനുസരണക്കേട് കാണിക്കും, മാതാപിതാക്കളോട് കുട്ടികളുടെ അനുസരണക്കേട് കാണിക്കും, ഇടയന്മാരുടെ ആടുകൾ അനുസരണക്കേട് കാണിക്കും, നമ്മൾ വിശ്വാസികളെല്ലാം ദൈവത്തോട് കാണിക്കും. ഇത് 3 തരത്തിൽ അനുസരണക്കേടുണ്ട്. ഇപ്പൊ ഇവരുടെ ഒന്നാമത്തെ ബാബേല്യരുടെ ഒന്നാമത്തെ പാപം അനുസരണക്കേടാണ്. രണ്ടാമത്തെ പാപം മത്സരം. ഈ പദവും ടെർമിനോളജിയിൽ എറ്റിമോളജി അനുസരിച്ച് ദയവായി താഴ്മയും വിനയത്തോടെ എൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ, ബൈബിൾ വിവക്ഷിക്കുന്ന ഭാഷയും ഗ്രീക്ക് ഹീബ്രുവിൻ്റെ ഭാഷയും നമ്മൾ ഗ്രഹിക്കുന്ന ആശയം തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ചിലത് കോൺട്രവേഴ്സിയാണ്, ചിലത് പരസ്പര വ്യത്യസ്തമാണ്. അതുകൊണ്ട് മലയാളികളായ നാം ഫുട്ബോൾ മത്സരം, വടംവലി മത്സരം, ചെസ്സിൻ്റെ മത്സരം, ഇങ്ങനെയൊക്കെ പലതരത്തിൽ മത്സരത്തെ പറയുന്നത് ആ മത്സരമല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത്. ചെസ് കോമ്പറ്റീഷൻ എന്നാണ്. നമ്മൾ ചർച്ചിലും വാക്യമത്സരം, യൂത്തിൻ്റെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പദം മത്സരമെന്നാണ്. ആ മത്സരമല്ല ബൈബിളിൽ ദൈവവും ഞാനും നിങ്ങളുമായുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന പദം എറ്റിമോളജിക്കലി ടെർമിനോളജിക്കലി മത്സരം എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പദമേ അല്ല. മറിച്ച് അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന റിബൽ എന്നാണ്. എന്താ റിബൽ? അതായത് നമ്മൾ വസിക്കുന്ന രാജ്യം ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഭരണ സംഹിതയ്ക്കും ഭരണ നിയമത്തിനുമെതിരെ മറ്റൊരു പാരലായിട്ട് അതിനെ തിരസ്കരിക്കുന്നതാണ്. പാരലായി മറ്റൊരു നിയമത്തെ ഉണ്ടാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ചില സംഘടനകളെയാണ് റിബൽ എന്ന് പറയുന്നത്. ഇപ്പോൾ റിബൽ എന്ന പദമല്ല, മറിച്ച് തീവ്രവാദം എന്ന് ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഇംഗ്ലീഷ് പദം കൗണ്ടർ ക്രിസ്ത്യൻ, അതായത് എല്ലാത്തിനെയും തിരുത്തൽവാദപരമായി ചോദ്യം ചെയ്യുന്നതാണ്. നിയമത്തെയും നിയമസംഹിതകളെയും മറ്റു കാര്യങ്ങളെയും വ്യക്തികളോ സംഘം ചേർന്നോ ചോദിക്കുന്നതാണ് കൗണ്ടർ ക്വസ്റ്റ്യൻ, കൗണ്ടർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. അതാണ് റിബൽ.
മുൻപ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ചില ഒരു സംഘടനകൾ ഇപ്പോഴും ഇന്ത്യയിൽ ലാറ്റിൻ അമേരിക്കയിലൊക്കെ അല്പമായി ഉണ്ട് ഈ റിബൽ സംഘടനകൾ. പൊതുവെ അവർ ജനത്തിന് ദോഷം ചെയ്യുന്ന ഭരണകൂടത്തോട് എതിർക്കുന്ന ഒരു സംഘടനകളുണ്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പം എന്നതുപോലെ നിയമത്തിന് വിരുദ്ധമായി, ദൈവം നമുക്ക് എഴുതിയ പ്രമാണത്തിന് വിരുദ്ധമായി പാരലായിട്ട് സമാനമായി മത്സരിക്കുക. കുട്ടികൾ മാതാപിതാക്കളോട്, വിദ്യാർത്ഥികൾ അധ്യാപകരോട് ഇങ്ങനെ അന്യോന്യ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ മത്സരമുണ്ട്. അത് ചെയ്ത താൻ എന്താ കുറ്റം, താൻ എന്നാ, താൻ ആരാ, ഇതൊക്കെ പറയാൻ ആരാ എന്നിങ്ങനെ മത്സരം. റിബൽ സ്വഭാവം നല്ലതാണോ പ്രിയപ്പെട്ടവരെ? അല്ല. അപ്പൊ ദൈവം ബാബേലിൽ കൂടി വന്നവരോട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. അതൊരു കമാൻഡാണ്. ഈ നിർദ്ദേശത്തെ അങ്ങനെ തന്നെ തിരസ്കരിക്കുന്നതാണ് അനുസരണക്കേട്. രണ്ടാമത്തേത്, ഈ നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല, ഇതിലെ പോകരുതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമം ലംഘിക്കാനുള്ള ഒരു പ്രത്യേക പ്രവണതയുള്ളൊരു സമൂഹമാണ് മലയാളി. ലോകത്തിലെ മുഴുവൻ എവിടെ ചെന്നാലും ഒരു മലയാളിയെ കാണാം. ഒരു നാടശൈലി പറഞ്ഞ ചന്ദ്രനിൽ പോയാലും ഒരു മലയാളിയുടെ ചായക്കട കാണുമെന്ന് കോമഡി പറയുന്നത് പോലെ ലോകത്തെല്ലായിടത്തും മലയാളിയുണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ പോയാലും അനുസരണക്കേട് കാണിക്കുക. അതുകൊണ്ടാണല്ലോ കാനഡയിൽ നിന്നും US നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ നമ്മളെ പറഞ്ഞു വിടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമം ലംഘിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. ഞാൻ കർണാടകയിൽ വർഷങ്ങളോളം ജോലി ചെയ്തു. കേരളം ഒഴിച്ചുള്ള ഇന്ത്യയിലെ മറ്റെല്ലാ പല സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് വെച്ച് എല്ലായിടത്തും പോയി കണ്ടത് നിയമങ്ങൾ പാലിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു വർഗമാണ് മലയാളി വർഗം. ഇവർ മതത്തിന് മുൻപിലും രാഷ്ട്രീയത്തിന് മുമ്പിലും ഒക്കെ ചെയ്യുമെങ്കിലും പറയട്ടെ, രണ്ടാമത്താണ് റിബൽ. അത് ശരിയല്ല. ദൈവത്തിൽ നിന്നും, മൂന്നാമത്തെ കുറ്റം, ദൈവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വതന്ത്രരാകാൻ മനുഷ്യർ എക്കാലത്തും ആഗ്രഹിച്ചിട്ടുണ്ട്. ബീങ് ഇൻഡിപെൻഡന്റ്. ആധുനിക വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പല സബ്ജക്റ്റുകളിൽ ഒന്നാണ്, കൗൺസിലേഴ്സിന് മുമ്പിൽ വരുന്നതാണ് ഇൻഡിപെൻഡന്റ്. എനിക്കും ജോലിയുണ്ട്, എനിക്കും വിദ്യാഭ്യാസമുണ്ട്, എനിക്കും വരുമാനമുണ്ട്. ഞാൻ പുരുഷന്മാർ അടിമകളാകാൻ സ്ത്രീകൾക്ക് താല്പര്യമില്ല. അതെ, ഏതെങ്കിലും ഒരു പുരുഷന്റെ ഗർഭം ധരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ബീങ് ഇൻഡിപെൻഡന്റ്. ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാം. നിങ്ങൾ സ്വന്തം കാലിൽ തന്നെ നിന്നോ. വേറെ ആരുടെ കാലിൽ നിൽക്കാനല്ല പറയുന്നത് ബൈബിളും സമൂഹവും. മറിച്ച് സമൂഹത്തിന്റെ നിലനിൽപ്പ് കുടുംബത്തിലാണ്. ഈ സമൂഹത്തെ നിലനിർത്തണമെങ്കിൽ ഒരു സഭയുടെ, ഒരു കുടുംബത്തിന്റെ, ഒരു രാജ്യത്തിന്റെ നിയമം എല്ലാമൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും ചിലതൊക്കെ നാം അനുസരിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്കും അടിത്തറയ്ക്കും ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് അനുസരണക്കേട് ദൈവത്തിന് ഇഷ്ടമല്ല, മനുഷ്യർക്ക് ഇഷ്ടമല്ല. റിബൽ സ്വഭാവം ആർക്കും ഇഷ്ടമല്ല. അതൊരിക്കലും ഒരിടത്തും വിജയിച്ചിട്ടുമില്ല. പ്രത്യക്ഷത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ വിജയമായി ചിലരൊക്കെ, പ്രത്യേകിച്ചും ആധുനിക കാലത്ത് ഈ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് കുറേയൊക്കെ പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഓർക്കണം, നിലനിൽപ്പില്ലാത്ത ഒന്നാണ് റിബൽ. ഒരു കാലത്തും കുടുംബത്തിലാകട്ടെ, തലമുറയിലാകട്ടെ, സഭയിലാകട്ടെ റിബൽ ക്യാരക്ടർ ഒട്ടും ശരിയല്ല. ഞാനിത് ബൈബിൾ അടിസ്ഥാനത്തിൽ സാമൂഹികമായ കോണ്ടക്സ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളോട് ചോദിക്കട്ടെ, മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭക്കാരിൽ നിന്നും മാറി ചിന്തിച്ച മറ്റൊരു മാർഗത്തിലേക്ക് വന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ, എക്സ്പെഷ്യലി IPC എന്ന കുമ്പിടുന്നവരുടെ നാട്ടിലെ തലപ്പത്തിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ലജ്ജയില്ലേ? അല്പമെങ്കിലും മാനം, അഭിമാനമുണ്ടോ? നിങ്ങൾ കൺവെൻഷൻ നടത്തുന്നു, കോടികളും ലക്ഷങ്ങളും മുടക്കുന്നു. ഈ സുവിശേഷം പ്രസംഗിച്ച നിങ്ങൾ പോലീസിനോട് നിങ്ങൾ റിബലാകുന്നു, സമൂഹത്തിനോട് റിബലാകുന്നു, ദൈവത്തോട് നിങ്ങൾ റിബൽ കാണിച്ചിട്ട് ആരെ ഗുണപ്പെടുത്താനാണോ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്? ബാധയിലെ പാപം മറക്കരുത്. ഒന്നനുസരണക്കേട്. ഇന്നാണ്ട് പക്ഷം
തോമസിന്റെ പക്കം, ജോണിന്റെ പക്ഷം, നാട്ടുകുട്ടിയുടെ പക്ഷം, ചാക്കോച്ചന്റെ പക്ഷം. നാണമുണ്ടോടോ? ഏക സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അപ്പത്തിന്റെ അംശികളായി ഒരു സഭയുടെ കീഴിൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് നിങ്ങൾ റിബലാകുന്നുവെങ്കിൽ നിങ്ങൾ പിശാചിന്റെ സന്തതികളാണോ ദൈവത്തിന്റെ സന്തതിയാണോ? കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഞാനും ഒരു ക്രൈസ്തവരാ. റോമൻ കാത്തലിക് എന്ന പ്രസ്ഥാനത്തിൽ നിന്നും ചെറിയ പ്രായത്തിലെ സൺഡേ സ്കൂൾ പഠിച്ച് ഈ അവസ്ഥയിലേക്ക് വന്നത് തെക്കും വടക്കും നടന്നിട്ട് പണിയില്ലാതെ വന്നതല്ല. നല്ല പബ്ലിക് ലിമിറ്റ് വേണ്ടി ജോലി ചെയ്ത് തുടർന്ന് സെമിനാരിൽ 7-8 വർഷത്തിലധികമായി തുടർമാനമായി പഠിച്ച് ഈ മഹനീയമായ ശുശ്രൂഷ വരുമ്പോൾ എനിക്കിന്ന് ലജ്ജ തോന്നുന്നു. ഈ ബൈബിൾ എന്നെ നിങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നതാണെങ്കിൽ നിങ്ങൾ ഇത് വിട്ടിട്ട് വേറെ പണിക്ക് പോകണം. പെന്തക്കോസ് പ്രസ്ഥാനങ്ങളോട്, AG-യോടും പറയട്ടെ, ചച്ചക്കോടിനോടും പറയട്ടെ, ശാരോടും പറയട്ടെ, പ്രത്യേകിച്ച് IPC-കാരോട് പറയട്ടെ, എവിടെയെങ്കിലും പോയി പഠിച്ചാലും നിങ്ങൾക്ക് വന്നിട്ട് നേരത്തെ 6 മാസത്തെ ഒരു PG, എന്തോന്നാണോ ഈ PG, ഇപ്പോൾ അവിടെ പോയി 1 വർഷം അവിടെ പഠിച്ച് എങ്കിൽ മാത്രമേ IPC-കാർ അംഗീകരിക്കുള്ളൂ. ഇങ്ങനെ അംഗീകരിക്കുന്ന നിങ്ങൾ അവിടെ കിടന്ന് തമ്മിൽ തല്ലി ഈ ലോകം മുഴുവനും വാർത്താ ചാനൽ കൂടെ ദൃശ്യമായി കാണുമ്പോൾ നിങ്ങൾ ആരെ ഗുണപ്പെടുത്താനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? ദൈവം നിങ്ങളെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്ന ഒരു സമയകാലങ്ങളിൽ, പട്ടിണിയോടുന്ന നട്ടം തിരിഞ്ഞ കാലങ്ങളിൽ ഈ സുവിശേഷം കേട്ട് നിങ്ങളുടെ മുൻ തലമുറകൾ സത്യദൈവത്തെ അറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ദൈവം പുതിയ പുതിയ വഴിത്താരകൾ മേച്ചൽപ്പുറങ്ങളിൽ നടത്തി നിങ്ങൾ സമ്പന്നരായപ്പോൾ അഹങ്കാരമാണ് നിങ്ങളുടേത്. അധികം വൈകാതെ ഇത് പൂട്ടിക്കെട്ടി പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോട് പറയുന്നത്, നിങ്ങൾ അവരുടെ ഓച്ചാരത്തിന് മുമ്പിൽ പോകരുത്. രാഷ്ട്രീയം വേറെ, മതം വേറെ, ദൈവം വേറെ, സാത്താൻ വേറെ. നിങ്ങൾ ഏതിൻ്റെങ്കിലും കൂട്ടത്തിൽ നിൽക്കേ. തീർത്ത് പറയട്ടെ, ബാബയിലെ പാപം മുഴുവൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയെന്നും ശമൂവേൽ പ്രവാചകന്റെ പ്രസ്തുതത്തെ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എന്ത് പറയും? യുവതലമുറ ഇനി എങ്ങനെ തെറ്റിപ്പോകാതിരിക്കും? അവരെ നിങ്ങൾ എന്തെല്ലാം ട്രിക്ക് കാണിച്ചാലും, തുള്ളലും ചാട്ടവും സംഗീത ശുശ്രൂഷയൊന്നും നടത്തിയാലൊന്നും പുതിയ ആൾക്കാർ ആരും വരികയില്ല. കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് സഭയുടെ വളർച്ചയ്ക്ക് എടുക്കണമെന്നൊരു IPC സഭയെ കേട്ടു. വലിയൊരു കോമഡിയാണ്. കമ്മിറ്റി കൂടിയിട്ടാണോ ഉപദേശിമാരെ സഭ വളരുന്നത്? ചർച്ച് ഗ്രോത്ത് വർഷങ്ങളായിട്ട് ഞാൻ എടുക്കുന്ന ഒരു വിഷയമാണ്. ചർച്ച് എങ്ങനെയാ വളരുന്നത്? മെറ്റീരിയൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ട്. അതൊക്കെ പണ്ടേ നിർത്തിയാൻ. ഇന്ന് സഭ വളരുകയല്ല, തളരുകയാണ്. ഉള്ള ജനം കൂടെ പോകുന്നു. തൊഴിൽ തേടി ചിലർ വിദേശത്ത് പോകുന്നു, മറ്റ് സഭകളിലേക്ക് പോകുന്നു, തിരിച്ച് എപ്പിസ്കോപ്പസ് സഭകളിലേക്കും പോകുന്നു. കാരണം ആരുടെ കുറ്റമാണ്? സബ്ജക്റ്റ് മറക്കരുത്. ചിലപ്പോൾ ചെവിയുള്ളവർ കേൾക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ശ്രദ്ധിക്കണമേ, ബാബയിലെ പാപം അവർ ഒന്നിച്ചു കൂടുന്നുണ്ടോ? ഉണ്ടെന്നേ. ഒരുമനപ്പെടുന്നുണ്ടെന്നേ. ഉറ്റിരിക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. ഏതിനു വേണ്ടിയിട്ട്? 1-ാം നൂറ്റാണ്ടിൽ 27-ാമത്തെ വർഷം കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം മർക്കോസിന്റെ മാളികയിൽ കൂടി വന്നതുപോലെ അപ്പോസ്തലന്മാരും ബാക്കിയുള്ളവരും ചേർന്ന് 120 കൂടി വന്നതുപോലെ ഒരുമനപ്പെട്ടിരിക്കുകയല്ല. ഇവിടെ തമ്മിൽ ഭിന്നത വരുത്തി. വത്സലക്കുട്ടനൊരിടത്ത് എല്ലാ കുട്ടന്മാരുമായിട്ട് നാണമുണ്ടോളം നിനക്കൊക്കെ. നിങ്ങളുടെയൊക്കെ പേര് ബിനാമി പേരിൽ പലയിടങ്ങളും വസ്തു ഏക്കർ കണക്ക് മേടിച്ചിട്ടിട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനാണോ? മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ വാള് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലെ തലപ്പത്തിരിക്കുന്നവർക്ക് ദൈവം തരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നിങ്ങൾ മീശ പഠിച്ച് വൃത്തിയായി വലിയ വെള്ളക്കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടന്നാൽ പോരാ. ജീവിതത്തിൽ ക്രമീകരണം വരുത്തണം. അതുകൊണ്ട് ഒന്നിച്ചു കൂടുന്നതുകൊണ്ട് എന്താ പ്രയോജനം? അവിടെയും പ്രശ്നം. ഈ ഗ്രൂപ്പുകളെല്ലാം കേരളത്തെ വിഭജിച്ച് ഗ്രൂപ്പുകൾ വിളിച്ച്
ഓരോരുത്തരും നിലമ്പൂര് കൂടുന്നു, കുമ്പനാട് കൂടുന്നു, തെക്കൻകാറ്റിൽ കൂടുന്നു, ഡൽഹി കൂടുന്നു, ഹിമാചൽ പ്രദേശിൽ കൂടുന്നു, മധ്യപ്രദേശിൽ കൂടുന്നു, സൗദി അറേബ്യ വരെ കൂടി. ദൈവം തല്ലിപ്പൊളിക്കും. ഓർക്കുക, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കുക, മര്യാദയ്ക്ക് ദൈവത്തെ സേവിക്കും. നിങ്ങൾ ആരെയും ഗുണപ്പെടുത്തണ്ട. നിങ്ങളുടെ സ്വഭാവം പ്രവൃത്തിയും ഒന്നും കൊണ്ട് ആരും ഇതുവരെ ഗുണപ്പെട്ടിട്ടില്ല. മാനസാന്തരം പാസ്റ്റർ മുഖേനയല്ല, പരിശുദ്ധാത്മാവ് മുഖേനയുള്ള. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം ഞാനിവിടെ നിർത്തിയാണ്. ബാവേൽ എന്താണ്, ബാവേലിന്റെ കുറവെന്താണ്, ബാവേലിന്റെ പാപം എന്താണ്. നമുക്ക് മടങ്ങി വരാം തിരുവെഴുത്തിലേക്കും ബൈബിളിലേക്കും പരിശുദ്ധാത്മാവിലേക്കും നമുക്ക് മടങ്ങി വരാം.